ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസം പിന്നെയും കർത്താവ് നമുക്ക് നൽകിയതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇടപെടങ്ങളായിട്ട് നാം നമ്മുടെ പ്രയത്നങ്ങളിലും വിശ്രമത്തിലും യാത്രകളിലും ഒക്കെയായിരുന്നു. ഞായറാഴ്ചയുടെ മനോഹരമായ ഈ പ്രഭാതത്തിൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിന് നന്ദി കരയേറ്റുവാൻ, നമ്മുടെ കർത്താവിനെ ഹൃദയംഗമായി ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ അത്ഭുതമാണ്. അത് പിന്നെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായ തെളിവാണ് അത്. ഒന്ന്, ഞാൻ നിവർന്നു നിൽക്കുന്നു. ഒന്ന്, ഞാൻ സംസാരിക്കുന്നു. ഒന്ന്, ഞാൻ പ്രവൃത്തികൾ ചെയ്യുന്നു. ഒന്ന്, നാം നന്നായി ചിന്തിക്കുന്നു. മറ്റൊന്ന്, നാം നന്നായി കാണുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപകളാണ്. ആ കൃപകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാത്രമല്ല, ഈ വർത്തമാന കാലത്തും അനുഭവിപ്പാൻ, ആസ്വദിപ്പാൻ കർത്താവ് നമ്മെ ജീവനോടെ അല്ലെങ്കിൽ ആയുസ്സോടെ അല്ലെങ്കിൽ നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് തന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ശിരസ് ആ മഹത്വമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഒന്ന് കുനിക്കുകയാണ്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരു വേദഭാഗം ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് ഒന്ന് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 10 വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. ഇയ്യോബിന്റെ ഒരു പ്രാർത്ഥനയോടെയാണ് ഇത്. വാസ്തവത്തിൽ ഇയ്യോബ് പ്രാർത്ഥിക്കുന്നവനായിരുന്നുവോ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ വേദഭാഗം. മറുഭാഗത്തൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, എബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസ വീരന്മാരുടെ ഒരു മനോഹരമായ അധ്യായമാണ് അത്. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇയ്യോബിനെ കാണുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനാ വീരന്മാരുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. എന്നാൽ പ്രാർത്ഥനാ വീരന്മാരുടെ ഒരു പട്ടികയിൽ ഇയ്യോബിനെ കാണുവാൻ കഴിയുകയില്ല. മറ്റെവിടെയും വിശുദ്ധ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ 66 പുസ്തകങ്ങളിൽ ഇയ്യോബിനെ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ മാത്രമാണ് ഒന്ന് കാണുന്നത്. അതായത് എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇയ്യോബിനെ അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇയ്യോബിനെ പരിചയപ്പെടുത്തുന്നത് എസെക്കിയേൽ 14:14
അവിടെ ഇയ്യോബിനെ ഒരു നീതിമാൻ എന്നുള്ള നിലയിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റെങ്ങും തന്നെ ഇയ്യോബിനെ കാണുവാൻ സാധിക്കുകയില്ല. ഇയ്യോബ് എന്ന് മറ്റു പേരുകളും കണ്ടെത്തുവാൻ കഴിയുകയില്ല. എസ്കേൽ പ്രവചനത്തില്, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഇയ്യോബ് അല്ലാത്ത മറ്റു ചിലരുണ്ട്. യോബാബ്, അത് ഇയ്യോബല്ല. എന്നാൽ മറ്റു ചിലരും, ചില പണ്ഡിതന്മാരൊക്കെ അത് ഒരു പക്ഷെങ്കിൽ ഇയ്യോബ് ആയിരിക്കും എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. പോട്ടെ, ഇയ്യോബ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനോട് ചേർത്ത് നമുക്കും യോജിക്കുവാൻ സാധിക്കും, അംഗീകരിക്കുവാൻ സാധിക്കും. എന്നാൽ ഇയ്യോബിന്റെ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ 10-ാമത്തെ ആ വാക്യത്തെ ഞാൻ ഒരു തുടക്കം കുറിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ്, ഇദ്ദേഹത്തിന്റെ മറ്റ് ചില കാര്യങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം പ്രാർത്ഥന വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇയ്യോബിന്റെ പ്രാർത്ഥന, യൗവണ്ണം, അതിന്റെ ഫലം, അവയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം ഉള്ള സമയത്ത്. ഇല്ലെങ്കിൽ ആ സമയം അത് ചിന്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ള സമയം വരെ എന്ത് ചിന്തിച്ചോ അത് ദൈവ അനുഗ്രഹം എന്ന് ചിന്തിക്കാം. ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരു പ്രാചീന പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകം പല പണ്ഡിതന്മാരും വാസ്തവത്തിൽ ഇതിന്റെ എഴുത്തുകാരെ സംബന്ധിച്ചോ ഇതിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ചോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇയ്യോബോ അല്ലെങ്കിൽ മോശയോ ആകുന്നു ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇയ്യോബ് എഴുതിയ പുസ്തകം എന്നൊന്നും അവിടെ അർത്ഥമില്ല. ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് ഇയ്യോബ് എഴുതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ കഴിയയില്ല. എന്നാൽ ഇതിലെ ചില പ്രമേയങ്ങൾ ജ്ഞാനസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, കാവ്യാത്മകമായിട്ടുള്ള ചില അവതരണങ്ങൾ നാം പഠിക്കുമ്പോൾ ഇയ്യോബ് എഴുതി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. മാത്രമല്ല, ഈ ഇയ്യോബിന്റെ പുസ്തകത്തിലെ സ്വഭാവം, ഈ വ്യക്തിയുടെ അനുഭവം, ആസ്വാദകം, സ്വാധീനം, ഇവയെല്ലാം ഒന്ന് സംയോജിച്ച് നാം പഠിക്കുന്നുവെങ്കിൽ അത് ഇയ്യോബ് എഴുതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവരുമായിരിക്കാം. BC 2100-നും 1800-നും മധ്യയാണ് ഇത് എഴുതിയത് എന്നൊരു പണ്ഡിതമതം. അല്ല, BC 2000-നും 1500-നും ഇടയിൽ ഉള്ള കാലഘട്ടത്തിലാണ് ഇയ്യോബിന്റെ പുസ്തകം എഴുതി എന്നുള്ളത് മറ്റൊരു പണ്ഡിതമതം. ഇനി സോളോമോണിക്, അതായത് യുഗത്തെ സംബന്ധിച്ച്, അതായത് യഹൂദന്റെ കാലഘട്ടം അല്ലെ സുവർണയുഗം, അല്ലെങ്കിൽ സോളമന്റെ അല്ലെങ്കിൽ ശലോമോന്റെ സുവർണ കാലഘട്ടം, രാജാവിന്റെ സുവർണ കാലഘട്ടം, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു ജ്ഞാനസംബന്ധമായിട്ടുള്ള നിലയിൽ ഈ പുസ്തകം വീക്ഷിക്കുന്ന പണ്ഡിതന്മാർ അവരും ഒരു നിഗമനത്തിലേക്ക് എത്തി. BC 930. അത് നിഗമനമാണ്. ആ വസ്തുതയും നമുക്കറിയാം, പഠിക്കുമ്പോൾ
സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നും ഈ കാലഘട്ടത്തിലും ഇയ്യോബിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നത് എന്ത്? അതിൻ്റെ എഴുത്ത് സംബന്ധിച്ചും അതിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ചും. ഇയ്യോബിന്റെ പുസ്തകം ഒരു കാവ്യപുസ്തകമാണ്. കാവ്യപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിൽ കാവ്യപുസ്തകങ്ങൾ പലതുമുണ്ട്. എത്ര കാവ്യപുസ്തകങ്ങൾ ഉണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ? 5 കാവ്യ പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കാം? ഇയ്യോബിന്റെ പുസ്തകം, സങ്കീർത്തനം, സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. 5 കാവ്യ പുസ്തകങ്ങളുണ്ട്. ഈ 5 കാവ്യ പുസ്തകങ്ങളും പഠിക്കുമ്പോൾ കാവ്യാത്മകമായിട്ടുള്ള അനുഭവങ്ങളും കവിയുടെ ഭാവനകളും കവിയുടെ എഴുത്തിന്റെ ഒഴുക്കും മാത്രമല്ല ഭാഷയുടെ നൈപുണ്യവും വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണം, ഇയ്യോബിന്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലെ വർണ്ണന കാവ്യാത്മകമാണ്. അതെത്രമാത്രം ഭാഷയുടെ അടുക്കിലും ചിട്ടയിലും മാത്രമല്ല ആശയ സമ്പുഷ്ടമായിട്ടുമാണ് അത് ഒത്തിണക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആശയസമ്പുഷ്ടമായിട്ടുള്ള വരികളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദൈവമകനും ദൈവമകൾക്കും നൽകുന്ന പ്രചോദനാത്മകമായിട്ടുള്ള ചിന്തകൾ മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൈക്ക് പിടിച്ച് ഉയർത്തി എന്നെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വിരാജിക്കുവാൻ, ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കുവാൻ, ഹൃദയക്കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനുള്ള വലിയൊരു പ്രചോദനം ഈ കാവ്യാത്മകമായിട്ടുള്ള വർണ്ണനകൾക്ക്, അതിൻ്റെ വരികൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം നമുക്കറിയാം 42 അധ്യായങ്ങളാണ് ഇവിടെയുള്ളത്. 42 അധ്യായങ്ങൾ. ഈ 42 അധ്യായങ്ങളും വരുമ്പോൾ 1079 വാക്യങ്ങളോളം അടങ്ങിയിട്ടുണ്ട്. 1079 വാക്യങ്ങൾ. ഈ 42 അധ്യായങ്ങളോട് നാം പേജുകളായിട്ട് കണക്കുമ്പോൾ ഏതാണ്ട് 44 പേജുകളോളമുണ്ട്. അതായത് മറുപൂർവം കൂടെ ചേർത്ത്. അപ്പോൾ 22 പേജ് മറുപൂർവം കൂടെ ചേർക്കുമ്പോൾ 44 പേജ് കൂടെ ചേർത്ത് ഈ 44 പേജ് അല്ലെങ്കിൽ 42 അധ്യായങ്ങൾ 1079 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് വായിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ അതെങ്ങനെ വായിച്ചു തീർത്ത് ധ്യാനിച്ച് ചിന്തിച്ച് പഠിക്കുവാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഓരോ വാക്കുകളിലും ആഴമേറിയ അർത്ഥങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും എന്നേക്കും അനുഗ്രഹമായിരിക്കുന്നതും ദൈവം ഭൂമിയിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ദൈവവചനത്തിൽ മാത്രമല്ല ഇയ്യോബിന്റെ പുസ്തകം എനിക്കേറെ സ്ഥാനം വഹിക്കുന്നു എന്നും നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം, ഞാൻ ഇപ്പോഴും ഇയ്യോബിന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാവിലെയും വായിച്ചു ഇയ്യോബിന്റെ പുസ്തകം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷയിലും ഒക്കെ ഏറെ പ്രചോദനം നൽകുന്നത് കൊണ്ട് ഞാൻ ഇയ്യോബിനെ കുറിച്ച് ഏറെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇയ്യോബിന്റെ പുസ്തകം വാസ്തവത്തിൽ വായിക്കാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാകുകയില്ല. ക്രിസ്തീയ ഗോളത്തിൽ വളരെ
പരമപ്രധാനമായിട്ട് മുൻസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിത്വം. ഇയ്യോബിന്റെ ചരിത്രത്തെ ഞാൻ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പലപ്പോഴും പറഞ്ഞതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത് കേവലം ഒരു കഥയായിട്ട് ആ നിലയിൽ പഠിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഇയ്യോബിന്റെ ചരിത്രം അല്ലെങ്കിൽ കഥ ഒരുപക്ഷെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളോട് പോലും ഒന്ന് ചോദിച്ചാൽ അവർ പറയും ഇയ്യോബിന്റെ കഥ ഇങ്ങനെയാണ്, ഇയ്യോബിന്റെ സ്റ്റോറി ഇങ്ങനെയാണ്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട ധനമായിട്ട് മാറും. ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഇയ്യോബിന്റെ പുസ്തകം മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഇയ്യോബിന്റെ മുൻകാല ചരിത്രം. ഇയ്യോബിന്റെ മുൻകാല ചരിത്രം എന്ന് പറഞ്ഞാൽ അവന്റെ നല്ല കാലം എന്ന് വേണം കരുതുവാൻ. ഒന്നാമതായിട്ട് ഇയ്യോബിന്റെ മുൻകാല ചരിത്രം സമം നല്ല കാലം. രണ്ടാമതായിട്ട് ഇയ്യോബിന്റെ ഇടക്കാലം എന്ന് പറഞ്ഞാൽ മധ്യയുള്ള കാലം. ഇടക്കാലം അത് കഷ്ടകാലമാണ്, സമം കഷ്ടകാലം. മൂന്നാമതായിട്ടാണ് ഇയ്യോബിന്റെ പിൽക്കാലം. ഇടക്കാലം കഴിഞ്ഞ് പിൽക്കാലം. അത് ഏറ്റവും മനോഹരമായ കാലം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തെ നാം മൂന്നായി തരംതിരിച്ചു. ഒന്ന്, ഇയ്യോബിന്റെ മുൻകാല ചരിത്രം സമം നല്ല കാലം. രണ്ടാമതായിട്ട് ഇയ്യോബിന്റെ ഇടക്കാലം സമം കഷ്ടകാലം. മൂന്നാമതായിട്ട് ഇയ്യോബിന്റെ പിൽക്കാലം സമം ഏറ്റവും മനോഹരമായ കാലം. ഇനിയും ഈ ഇയ്യോബിന്റെ മുൻകാല ചരിത്രത്തോടുള്ള ബന്ധത്തിൽ പിന്നെയും നമുക്കതിനെ വേർതിരിച്ച് പഠിക്കാം. മുൻകാല ചരിത്രത്തോടുള്ള ബന്ധത്തിൽ വേർതിരിച്ച് പഠിക്കാം. ഞാൻ ഇങ്ങനെ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഇയ്യോബിന്റെ മുൻകാല ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം നിലയിൽ അത് സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. നമ്പർ 1, സാമൂഹ്യ സ്ഥിതി. ഒന്നാമതായിട്ട് സാമൂഹ്യ സ്ഥിതി, സോഷ്യൽ സ്റ്റാറ്റസ്. രണ്ടാമതായിട്ട് അവന്റെ കുടുംബസ്ഥിതി, ഫാമിലി സ്റ്റാറ്റസ്. മൂന്നാമതായിട്ട് അവന്റെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരിക സ്ഥിതി. 4, അവന്റെ സാമ്പത്തിക സ്ഥിതി. 5 കാര്യങ്ങളുണ്ട്. അതായത് നാം പഠിക്കുന്നത് ഇങ്ങനെയാണ്. 1, അവന്റെ ആത്മീക സ്ഥിതി, അവന്റെ സാമൂഹിക സ്ഥിതി, കുടുംബസ്ഥിതി, ഇയ്യോബിന്റെ സാമ്പത്തിക സ്ഥിതി, അവന്റെ ശാരീരിക സ്ഥിതി. 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നാം ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഇയ്യോബിന്റെ ചരിത്രത്തിന്റെ അനുഗ്രഹീതമായ കാലയളവിലേക്കും ഈ കാലഘട്ടത്തിലും എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന വിധവും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവന്റെ സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ അല്പം എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സാമൂഹിക സ്ഥിതി, മറ്റ് എല്ലാ കാര്യങ്ങളെയും നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും എന്നെ
ഇവിടേക്കൊന്ന് വിളിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. അവന്റെ സാമൂഹ്യ സ്ഥിതി എന്താണ് വാസ്തവത്തിൽ ഈ സാമൂഹ്യ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ സാമൂഹ്യ സ്ഥിതി, അതായത് സാമൂഹ്യ പദവി. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും ഓരോ സാമൂഹിക പദവിയുണ്ട്. സമൂഹത്തിലോ ദേശത്തിലോ ഉള്ള പദവിയാണ് സാമൂഹ്യ പദവി എന്ന് പറയുന്നു. അത് പലപ്പോഴും സമ്പത്ത്, വംശാവലി അല്ലെങ്കിൽ കുടുംബസ്ഥിതി, വിദ്യാഭ്യാസം, സ്വഭാവം, ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ആ പുരാതന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അവന്റെ വിദ്യാഭ്യാസം, അവന്റെ വംശാവലി അല്ലെങ്കിൽ അവന്റെ കുടുംബ പശ്ചാത്തലം, അതുപോലെ അവന്റെ സമ്പത്ത്, തൊഴില്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ ആശ്രയിച്ചാണ് സാമൂഹ്യ സ്ഥിതി അന്ന് നിലനിന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിനേറെക്കുറെ സ്ഥാനം കൊടുക്കുന്നുണ്ട് എങ്കിലും അല്പം കൂടെ വ്യത്യാസപ്പെടുത്തിയാണ് അത് ആത്മീകരെന്നുള്ള നിലയിൽ വിശുദ്ധ വേദപുസ്തകം അതിനെ കാണുന്നത്. ഒന്ന് ആത്മീകം, രണ്ട് സ്വാധീനത, മൂന്ന് അവന്റെ സംസ്കാരം. ഇത് യോജിക്കുമ്പോഴാണ് അവന്റെ സാമൂഹ്യ സ്ഥിതി അല്ലെങ്കിൽ ഒരുവന്റെ സാമൂഹ്യ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാമൂഹ്യ സ്ഥിതി നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ ഈ പുസ്തകം തന്നെ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അല്ലെങ്കിൽ 1 മുതൽ നമുക്ക് വായിക്കാം. 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അപ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു പുരുഷൻ ഉണ്ടായിരുന്നു, നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. 3-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് പിരിവ് നോക്കിക്കുക. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. വളരെ ഏറെ വാസ്തവത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്, ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നോക്കിക്കേ, ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം സകല പൂർവ ദിഗ്വാസികളിൽ, എന്താണ് സകല പൂർവ ദിഗ്വാസികൾ എന്നവിടെ ഉള്ള പദപ്രയോഗത്തിന്റെ ഒരു അർത്ഥം? ഞാൻ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടൊന്നും ചിന്തിക്കില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ചിന്തയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. നാം ഒരുമിച്ച് പോവുകയായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. എന്താണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്? ആ ദേശത്ത് ഉണ്ടായിരുന്നവരിലൊക്കെ അദ്ദേഹം മഹാനായിരുന്നു. വാസ്തവത്തിൽ
ഒറ്റ പ്രയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ സ്ഥിതി, സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. മഹാൻ. പലർക്കും മഹാൻ എന്ന് പറയുമ്പോൾ വിവിധ അർത്ഥങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് അല്ലെങ്കിൽ മനോമണ്ഡലത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇയ്യോബിന്റെ സാമൂഹിക സ്ഥിതിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ സാമൂഹിക സ്ഥിതി ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കാത്ത നിലയിൽ, മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാനും ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. നല്ല പണവും ഒക്കെ ഉണ്ടായിരിക്കണം, പിന്നെന്താണ്, നല്ല അലക്കി തേച്ച മുണ്ടും നല്ല ഉടുപ്പും നല്ല ചെരുപ്പും അല്ലെ ഒരു നല്ല വാച്ചും ഒക്കെ കെട്ടി ഞാൻ രാവിലെ ടൗണിലോട്ട് ഇറങ്ങുന്നു. 4 പേരെന്നെ നോക്കുന്നു, 6 പേരെ ഞാൻ അങ്ങോട്ട് കാണുന്നു. ഞാൻ ആരാണ്? മഹാൻ. പക്ഷെ എൻ്റെ തെറ്റിദ്ധാരണ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ഞാനും പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും പഠിച്ചു കഴിഞ്ഞും ഒക്കെ ഞാനും നല്ല മുണ്ടും ഒക്കെ അങ്ങോട്ട് നല്ല അലക്കി തേച്ച മുണ്ടും തേച്ച വടി പോലെ പട്ട അടിക്കുന്ന ഒക്കെ ഇട്ട് ഞാനും ഒക്കെ നടന്നു. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും മഹാനെന്ന്. പത്തനംതിട്ടയിലും മല്ലശ്ശേരിയിലും പല ഭാഗങ്ങളിലും ഒക്കെ ഞാനിങ്ങനെ പോകും. ഒരു സമയത്ത് ഞാൻ മുടിയൊക്കെ നീട്ടി വളർത്തി താപ്പിട്ട് ജീൻസും നല്ല ബെന്നിനും ടീഷർട്ടും ഒക്കെ ഇട്ടിങ്ങനെ കഴുത്തുള്ള വലിയ ഹൈ ഹീൽസ് പിന്നെ ഷൂ ഒക്കെ ഇട്ട് ഞാൻ സമൂഹത്തിലൊക്കെ പോയി നിന്ന് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും മാന്യനെന്ന്. ഞാനങ്ങ് ചിന്തിക്കുമോ ഞാനായിരിക്കും മഹാൻ. ഇവിടെയുള്ളവരെല്ലാം എന്നെ കണ്ടു. അന്ന് ഞാൻ സിനിമ കാണാൻ പോകുമായിരുന്നു. പത്തനംതിട്ട അനുരാഗിലും ഐശ്വര്യയിലും ഒക്കെ. അന്ന് വേണുട്ടാക്കീസാണ്, അന്ന് ഐശ്വര്യയിൽ രാധാസും വേണുട്ടാക്കീസും. ഞാൻ പടം കാണാൻ പോകും. ഞാൻ രസം പറയുന്നതേ ഉള്ളൂ, ഉറങ്ങാതെ നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു പിക്ചറുണ്ട്, നിങ്ങൾക്ക് അത്ഭുതം വന്നേക്കാം. പിച്ചാത്തി കുട്ടപ്പൻ. പിച്ചാത്തി കുട്ടപ്പൻ നസീറിന്റെ പടമായിരുന്നു. സ്തോത്രം പറയല്ലേ? ഞാൻ വിചാരിച്ചു ആരോ സ്തോത്രം പറയുന്നത്. പറയല്ലേ, അസ്ഥാനത്തൊന്നും ഉപയോഗിക്കരുത്. എന്താ പറഞ്ഞ എങ്ങനെ സ്തോത്രം പറയുക അതിനൊക്കെ? പിച്ചാത്തി കുട്ടപ്പൻ. ഞാൻ ചിന്തിച്ചു ഈ രാധാസ് തിയേറ്ററിലും അതുപോലെ തന്നെ വേണു ടാക്കീസിലും ഒക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ട വേണുവിനൊക്കെ എനിക്കറിയാം. അവിടുത്തെ പ്രസാദിനെയും എല്ലാവരും എനിക്കറിയാം. അപ്പം ഞാൻ ചിന്തിച്ച എന്തുവാ, നല്ല ഉടുപ്പും നല്ല മുണ്ടും ഒക്കെ ഇട്ട് തല തേച്ച് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞാൻ തിയേറ്ററിൻ്റെ അടുത്തോട്ട് നിൽക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സിനിമ കാണാൻ വന്നതല്ലേ, പിച്ചാത്തി കുട്ടപ്പൻ കാണാൻ വന്നതല്ലേ, കൊള്ളാമല്ല ആള്, മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും ഒന്ന് ഞെളിയും. 75 പൈസ പോയാലെന്താ? അന്ന് 10-75 പൈസയല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാ ചിന്തിച്ചത്. ഈ സമൂഹത്തിൽ ഒരു മാന്യനായിട്ട്, ഒരു മഹാനായിട്ട്, എന്റെ സാമൂഹ്യ സ്ഥിതിയെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ഒരുപാട് അതിനെക്കുറിച്ച് എനിക്ക് പിന്നെയും പറയാറുണ്ട്, നമുക്ക് സമയമില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകം ഇയ്യോബിനെ കുറിച്ച് അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ചിന്തിച്ചതുപോലെയോ നിങ്ങൾ ചിന്തിച്ചതുപോലെയോ മറ്റു പലരൊക്കെ പറഞ്ഞതുപോലെയോ പണ്ഡിതന്മാരൊക്കെ ചില കാര്യങ്ങളൊക്കെ എഴുതിയതുപോലെ ഒന്നുമല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതിലൊക്കെ അപ്പുറമാണ് ഇയ്യോബിന്റെ സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ക്രൈസ്തവ ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഒരുപാട് വാക്കുകളുടെ പെരുപ്പത്തേക്കാണ് നല്ലത്
ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം. നമുക്ക് വായിക്കാം. എന്താണ് സാമൂഹ്യ സ്ഥിതി? ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാട്ട്. സംസാരം എനിക്ക് 10 മണി വരെ അല്ല ഉള്ളോ? അല്ല ഉള്ളോ? ഓക്കെ, വായിച്ചാട്ട്. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗം. ആരൊന്ന് വായിച്ച് സഹായിക്കാൻ തൊണ്ടടഞ്ഞു പോയി. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. ഞാൻ പറഞ്ഞല്ലേ, ഇതാര് പറഞ്ഞ പിന്നെ ബ്രദറെ? ഇയ്യോബ് ഇത് പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയത്, അതായത് തന്റെ സമൂഹത്തിൽ ഈ വാക്യങ്ങള് ഇയ്യോബ് ഒരു ആദരണീയനായിരുന്നു. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദരണീയൻ. അദ്ദേഹം ഒരു നേതാവും ന്യായാധിപനും ഒക്കെയായിരുന്നു. വേണം നമുക്ക് ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വായിച്ചേ ബ്രദറെ ആ വാക്യം. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിക്കൽ ചെന്നു. നിക്ക്. ഇയ്യോബ് പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിക്കൽ ചെന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ഇരിപ്പിടം അവിടെ ഉണ്ട്. അപ്പൊ കുറഞ്ഞ ആളല്ല. നോക്കിക്കേ, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇരിപ്പിടം നഗരവാതിലിൽ അല്ലെങ്കിൽ ആ പടിവാതിക്കൽ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു പൊങ്ങച്ചം കൂടെ പറയട്ടെ. എൻ്റെ അപ്പച്ചൻ CM കോശി, കുഞ്ഞുപദേശി എന്നറിയപ്പെടുന്ന മലശ്ശേരി ബ്രദർ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹം നല്ലപോലെ ദീശയൊക്കെ വളർത്തി ഈ പറയുന്ന മുണ്ടും ഉടുപ്പും ഒക്കെ ഇട്ട് നല്ല ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ ടൗണിലോട്ട് നടന്നു വരും. ഒരു വടി കയ്യിൽ കാണും, വടി. അപ്പൊ ഇദ്ദേഹത്തിന് ടൗണിന്റെ എവിടെയെങ്കിലും പ്രദേശത്ത് പോലെ പിന്നെ കസേരയൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഇരിക്കാൻ. അതുകൊണ്ട് കുഞ്ഞു ഉപദേശി വരുന്നുണ്ട്, അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു കസേര അങ്ങോട്ട് വെക്കണം ഇരിക്കാൻ. അദ്ദേഹത്തിന് അങ്ങനൊന്നുമില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ വടി അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ടിരിക്കും. ഇങ്ങനെ വടി ചാരിയിട്ട് വടി ഇങ്ങനെ ഇരിക്കും. ഞാൻ ഈ പത്രോസിനെ സംബന്ധിച്ച്, അവൻ്റെ മീൻപിടുത്തത്തെ സംബന്ധിച്ച് ഞാനൊരു എഴുതിയപ്പോൾ ഞാൻ ഈ വടിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ. ആ കവിത ഞാൻ ആ പത്രോസ് സംബന്ധിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഈ വടിയെ കൊടുത്തിട്ടുണ്ട്. ഊന്നുവടിയിൽ ഇരിക്കുന്ന വൃദ്ധന്മാർ എന്ന്. ഊന്നുവടികളിൽ അവർ ഊന്നുവടി ഉപയോഗിച്ചത് നടക്കുക മാത്രമല്ല, കൈയുടെ ബലത്തിന് മാത്രമല്ല, ശരീരം താങ്ങി നിർത്തുവാനുള്ള ഒരു താങ്ങിയായിട്ട് കണ്ടെത്തിയിട്ട് മാത്രമല്ല, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. ഇയ്യോബ് പട്ടണവാതിക്കൽ ചെന്നു. അവിടെ ഇയ്യോബിന്റെ കയ്യിൽ വടിയുള്ളതായിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അവിടെ ഇരിക്കുവാൻ അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ. ഇയ്യോബ് ആ സമൂഹത്തിന്റെ ഒരു ആദരണീയനായ,
അറിയപ്പെടുന്ന ഒരു ദൈവഭക്തനായിരുന്നു. നമുക്കത് മുന്നോട്ടൊക്കെ പോകണം, അതൊക്കെ പഠിക്കാം പിന്നീട് എപ്പോഴെങ്കിലും. നമ്മളതൊന്നും ഇപ്പം അങ്ങോട്ട് കയറിയിട്ടില്ല. അങ്ങനെ ഇയ്യോബ് സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് പോട്ടെ, ഇങ്ങനെ പോട്ടെ ഇപ്പോഴും. അപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ ആദരിച്ചു. മാത്രമല്ല, അദ്ദേഹം ഒരു നേതാവ് കൂടിയായിരുന്നു, ഒരു ന്യായാധിപൻ. ബാക്കി വേദഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ട്. വിശാല സ്ഥലത്ത് ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് വിളിക്കും. മതി, അവിടെ ഇമ്പോർട്ടൻ്റ്. യൗവനക്കാരെ കണ്ടിട്ട് അതിന് ഈ പുള്ളിക്കാരൻ വന്നതുകൊണ്ട് എന്തോ കുന്തവും കുടച്ചക്കുറവും വാളും പരിചയും ഗതയുമായിട്ടൊക്കെയാണ് വരുന്നേ. അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ? അങ്ങനൊന്നും എഴുതിയിട്ടില്ല ഇവിടെ. ഞാനങ്ങനൊന്നും കണ്ടിട്ടില്ല. പിന്നെന്താണ് ഈ യൗവനക്കാരെന്ന് പറഞ്ഞാൽ അല്പം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ യൗവനക്കാരെന്ന് പറഞ്ഞാൽ അന്നും പുരാതന കാലത്ത്. ഇന്നും അവർക്ക് മാറ്റമൊന്നുമില്ല. പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വരട്ടിക്കളി, നമ്മൾ വരട്ടുന്ന പോട്ട്. പുരാതന കാലത്ത് ഞാൻ ചിന്തിക്കുന്നത് പ്രായമുള്ളവരെ യൗവനക്കാരങ്ങനൊന്നും പറയില്ലായിരുന്നു. ഇല്ലയോ സിസ്റ്ററെ? ഇപ്പോഴത്തെ ഉള്ള യൗവനക്കാരെ ഞാൻ കുറ്റം പറഞ്ഞല്ല, ക്ഷമിക്കണം. എൻ്റെ ഫാദറിൻ്റെ, എന്നെ നിങ്ങൾ പിന്നെയും പറയൂ, ഇങ്ങനെ പിന്നെയും മുങ്ങച്ചം പറയാൻ പോവാ അല്ല. എൻ്റെ ഫാദർ ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. 6 അടി മേൽ പൊക്കം, അതിൻ്റെ കായബലം. ഇന്നേ അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അദ്ദേഹം മരിക്കുന്നിടം വരെ അദ്ദേഹത്തിൻ്റെ ഒരു ചെരുപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കട്ടിലൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാരുകസറയിലൊന്നും ഇരുന്നിട്ടില്ല. അന്ന് നല്ല തേച്ച മുണ്ടുകളും ഉടുപ്പുകളും ഒക്കെ അദ്ദേഹത്തിൽ അൽമാരി കാണും. ഞാൻ ഒരെണ്ണം ഒരു മുണ്ട് പോലും ഞാൻ ഉടുത്തിട്ടില്ല. ഞങ്ങൾ 4 ജ്യേഷ്ഠന്മാരുണ്ട്, ഒരുപോലുള്ളവർ. ഞങ്ങൾ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ നിന്നിട്ടില്ല. ഇത് എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ പല ഭവനങ്ങളുമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടങ്ങളൊക്കെ മാറി. നമ്മുടെ ആത്മീയ കുടുംബങ്ങളിലും ഒരുപാട് പോരായ്മകളുണ്ട്. ദൈവമക്കളെ, നമുക്കൊക്കെ പോരായ്മകളുണ്ട്, ഇല്ലെന്ന് ഞാനൊന്നും പറയില്ല. എനിക്കും പോരായ്മകളുണ്ട്, എൻ്റെ കുടുംബത്തിനും പോരായ്മകളുണ്ട്. ഞാനൊന്നും ശ്രേഷ്ഠനോ പൂർണ്ണനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ആത്മീയരാണ്. നാം ഇപ്പോൾ ദൈവമക്കളാണ്. കാണുമേ, നാം ദൈവമക്കൾ. നാം ദൈവമക്കളാണ്. അന്ന് ആ യൗവനക്കാരൊക്കെ ഓടി ഒളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാനിത് വായിച്ചപ്പോൾ, ദൈവമക്കളെ, നിങ്ങളൊന്ന് ചെന്ന് വായിച്ചെന്ന് വിശദമായിട്ടൊന്ന് പഠിക്കണേ. എന്നിൽ ഒരുപാട് കുറവുകൾ കാണും, എൻ്റെ വാക്കിലും എൻ്റെ അറിവിലും ഒക്കെ. യൗവനക്കാരൊക്കെ ഓടി ഒളിക്കുവാണ്. അവരെന്നാ പിന്നെ ഓടി ഒളിക്കാൻ കാരണം ഇദ്ദേഹം എന്നാ മുഖത്തെന്തെങ്കിലും വെച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ മുൻപിൽ അവർക്ക് നിൽക്കുവാൻ കഴിയയില്ല. അദ്ദേഹത്തിന്റെ ആധികാരികതയുടെ നടുവിൽ അവരുടെ നാവുകൾ പൊങ്ങുകയില്ല. ഒരുപാടുണ്ട്. വായിച്ചാട്ട് വളരെ ഒന്ന് എനിക്കൊന്ന് വായിച്ചാൽ സഹായിച്ചാൽ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. 10 മണിയാകാൻ ഇനി ചില മിനിറ്റുകളേ ഉള്ളൂ. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. നിക്ക്.
യൗവനക്കാർ ഓടി ഒളിക്കും, വൃദ്ധന്മാരും എഴുന്നേറ്റ്. ഇദ്ദേഹത്തിന് അപ്പൊ എന്തോ പ്രായം കാണും സമചായ? വാസ്തവത്തിൽ പണ്ഡിത മതം, പിന്നെ ഞാൻ ഈ പണ്ഡിത മതത്തെ പോവാ കേട്ടോ. അതായത് ഈ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഒക്കെയും കാലഘട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നാ പറയുന്നത്, ഇല്ലേ ഡോക്ടർ? കറക്റ്റാണോ? ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യനെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അബ്രഹാമിന്റെയും ഇതിന്റെ കാലഘട്ടം. അപ്പോഴീ യൗവനക്കാരൊക്കെ ഓടി ഒളിച്ചിട്ട് അപ്പൊ ഈ വൃദ്ധന്മാരും എന്താണ് പറയുന്നത് അച്ചായ? സാധാരണ ഒരാൾ വരുമ്പം വൃദ്ധന്മാരൊക്കെയാണ്, നമ്മുടെ വൃദ്ധന്മാരൊക്കെ ചിലരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ യൗവനക്കാരെന്നല്ല പറയുന്നത്, വന്നാൽ ഒന്നും എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ കണ്ടോണ്ടൊന്നും. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ എഴുന്നേറ്റ് പോവും. എങ്ങനെയാ? സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അദ്ദേഹത്തിന്റെ ആ സാമൂഹ്യ സ്ഥിതിയെ സംബന്ധിച്ചൊക്കെ ഒരു ബഹുമാനവും. ചില എഴുന്നേക്കത്തേ ഇല്ല. ചില സഹോദരിമാരും അങ്ങനെ ഉണ്ട്. ഒരു കാൽമേൽ കാലൊക്കെ വച്ചിരിക്കുള്ളൂ കസേരയിൽ. ഞാൻ കുറ്റമൊന്നും പറയല്ല കേട്ടോ, ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റമൊന്നും പറയല്ല. ഇത് സർവ്വസാധാരണം. ഇയ്യോബിനെ ചിന്തിച്ച ഇയ്യോബിനെ എല്ലാവരും ആദരിച്ചു, യൗവനക്കാരൊക്കെ ഓടി ഒളിച്ചു, വൃദ്ധന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നു. ഇയ്യോബ് എന്ന ദൈവദാസൻ വന്നപ്പോൾ, ഇയ്യോബ് എന്ന ദൈവഭക്തൻ വന്നപ്പോൾ, നിഷ്കളങ്കനായവൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ ഒന്ന് വന്നപ്പോൾ യൗവനക്കാരൊക്കെ ഓടി ഒളിച്ചു, വൃദ്ധന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നു. ഓ, എനിക്കിതൊക്കെ വായിക്കുന്നുണ്ട് അങ്ങ് എന്തൊക്കെയോ തോന്നുക. ദൈവമക്കളെ, ദൈവഭക്തനാ കേട്ടോ. ഈ ദൈവഭക്തന്മാർ സമൂഹത്തിൽ അവർക്ക് സ്ഥാനമുണ്ടോ? ഉണ്ട്. ഈ 1-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? ദുഷ്ടന്മാർ അത് ആലോചിക്കണ്ട, അതിപ്പോ നിൽക്കും. ഞാൻ പറ, ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നത് അതായത് നീതിമാന്മാരുടെ സഭയിൽ, അതാ ഞാൻ ഉദ്ദേശിച്ചു. അതാ ദൈവഭക്തന്മാർ എന്ന് പറയുന്നത്. ഈ ദൈവഭക്തൻ അതിന് ഒരുപാട് വലിയ അർത്ഥമാണുള്ളത്. ദൈവമേ, ഞാൻ ആ ഭക്തൻ എന്നുള്ള നിലയിൽ ഒരു പേരെനിക്ക് ലഭിക്കുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കിട്ടുമായിരിക്കാം. അത്രത്തോളം അവിടം വരെ ഞാൻ അങ്ങ് എത്തിയതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. യോവിനെ ഈ ദൈവദാസൻ അങ്ങോട്ട് ചെന്നു. കാരണം പലതിലും പല കാര്യങ്ങളിലും ഉണ്ടാവും, നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ. അതായത് ഇദ്ദേഹത്തിന് പലതും ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്, പല ഗുണവിശേഷങ്ങളുമുണ്ട്, പല മനോഭാവങ്ങളുമുണ്ട്, പല സ്വഭാവ ഗുണങ്ങളുണ്ട്, പല പ്രത്യേകതകളുണ്ട്. വൃദ്ധന്മാരൊക്കെ എഴുന്നേറ്റ് വായിച്ചാട്ടെ. ഞാൻ ഇപ്പം വിരാമം കുറിക്കാൻ പോകാം, അതോടൊന്ന് വായിച്ചാട്ടെ. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായു കുത്തു. പ്രഭുക്കന്മാരൊക്കെ സംസാരം നിർത്തി. അതുവരെ അടക്കം പറയുമല്ലോ. അവർ തന്നെ പരസ്പരം പറഞ്ഞ ഉണ്ടല്ലേ പ്രഭുക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് വർണ്ണിക്കാനുണ്ട്. അവരെ കളിയാക്കിയല്ല. എന്താണ് പ്രഭുക്കന്മാർ? ആരാണ് പ്രഭുക്കന്മാർ? അവിടെയൊക്കെ പറയണം നമുക്ക്. വൃദ്ധന്മാരാരാണ്? യൗവനക്കാരാരാണ്? ഈ ആദരണീയനാരാണ്? ഈ നേതാവാരാണ്? ഈ ന്യായാധിപനാരാണ്? അവിടൊക്കെ നമുക്ക് വരണം. കാരണം അത് സാമൂഹ്യ സ്ഥിതിയാണ്. വായിച്ചായിട്ട് പറഞ്ഞേ, അവസാനിച്ചോ? പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായു കുത്തു. ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും, അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. യോ, ശ്രേഷ്ഠന്മാരുടെ ഒക്കെ എന്ത് ചെയ്യും? നാവ് അണ്ണാക്കോട് പറ്റും. സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഇയ്യോബിനപ്പൊ ഇത്ര ബഹുമതിയോ? ഒരുവൻ ദൈവമെടുത്ത് ഉപയോഗിച്ചാൽ, ഒരുവനെ
വാസ്തവത്തിൽ ഒരുവൻ പുതിയ സൃഷ്ടിയായാൽ ഈ സാധാരണ മനുഷ്യനെ അസാധാരണക്കാരനാക്കുന്ന ദൈവം സാധാരണ കാര്യങ്ങളെ അസാധാരണത്വത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് നമ്മുടെ ദൈവം. മറന്നുപോകരുത്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഒരു സാധാരണ ഊസിൽ ജനിച്ചു വളർന്ന ഇയ്യോബ് എന്ന വ്യക്തിത്വം അവനെ അസാധാരണക്കാരനാക്കിയ ദൈവം സർവരുടെ മുൻപിൽ ബഹുമതി നൽകിക്കൊണ്ട് ദൈവം അവനെ ഉയർത്തി. ദൈവമക്കളെ, സാധാരണക്കാരായ നമ്മളെ ഇന്നേതെങ്കിലും അസാധാരണത്വത്തിൽ അസാധാരണ മനുഷ്യനാക്കിയെങ്കിൽ, അസാധാരണ വ്യക്തിയാക്കിയെങ്കിൽ, നിന്റെ സാധാരണമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അസാധാരണത്വത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നീ ഭാഗ്യവാന. നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിരസ്സുകൾ ഒരിക്കൽ കൂടി ഒന്ന് കുനിച്ചുകൊണ്ട് നമുക്കൊന്ന് താഴ്ന്നിരിക്കാം. ദൈവം ഏതെങ്കിലും സമയം എനിക്ക് പിന്നെയും നൽകുന്നുവെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ. നമുക്ക് പലർക്കും ചിന്തിക്കാൻ സമയമില്ലാത്ത കാര്യങ്ങൾ സഹോദരൻ അത് വ്യക്തമായിട്ട് നമ്മുടെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ വ്യത്യാസമാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത്. യഥാർത്ഥമായിട്ടൊരു ഭക്തൻ്റെ ജീവിതത്തിൽ അവനെന്തൊരു ഇൻഫ്ലുവൻസ് ആയി തീരും, എന്തൊരു എഫക്റ്റ് അവൻ്റെ ചുറ്റിലും ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് സഹോദരൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ ചിത്രീകരിച്ചത്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ വന്നില്ലെങ്കിൽ കൂടെ കറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് ഒരു ദൈവ പൈതലിനെ എങ്ങനെ സമൂഹത്തിലും എങ്ങനെ അവർ ദൈവം വെളിച്ചമെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കർത്താവ് ഒരു കുന്നിൻ്റെ മേൽ വെളിച്ചിരിക്കുന്ന വെളിച്ചത്തെ പോലെ നമ്മൾ ആക്കിയിരിക്കും എന്നുള്ള കാര്യമാണല്ലോ. തുടർന്ന് നമുക്ക് വീണ്ടും കേൾക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഇത് ചിന്തിക്കാൻ നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ആ വെളിച്ചം അത് കുറഞ്ഞു പോവുള്ളൂ. ജോബ് ഒരു ഉദാഹരണമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിൻ്റെ മാതൃക നമ്മൾ പിൻപറ്റാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത വിഷയങ്ങൾ പറയാനുള്ള അവസരമുണ്ട്.